മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 4. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശന്നു. പ്രലോഭകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, അങ്ങ് ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അദ്ദേഹത്തെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി. അവൻ പറഞ്ഞു, അങ്ങ് ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക. അവിടെ നിന്ന് അങ്ങയെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അങ്ങയുടെ കാൽ കല്ലിൽ തട്ടാതിരിക്കേണ്ടതെന്ന് അവർ അങ്ങയെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും പിശാച് അദ്ദേഹത്തെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചു. അങ്ങ് എന്നെ താണു വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം ഞാൻ അങ്ങേക്ക് തരാം. അവൻ പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകൂ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അദ്ദേഹത്തെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന് കേട്ട് യേശു ഗലീലയിലേക്ക് മടങ്ങി. അദ്ദേഹം നസറേത്ത് വിട്ട് കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. അത് സെബുലൂന്റെയും നഫ്താലിയുടെയും പ്രദേശത്ത് തടാകതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു. കടൽക്കരയുള്ള സെബുലൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരയുള്ള നാടും വിജാതിയരുടെ ഗലീലയും, ഇങ്ങനെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനം വലിയൊരു പ്രകാശം ദർശിച്ചു. മരണനിഴലിന്റെ ദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തിരുന്നത് നിറവേറി. ആ സമയം മുതൽ യേശു, സ്വർഗരാജ്യം സമീപമാകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. യേശു ഗലീലക്കടലിന്റെ തീരത്തുകൂടി നടക്കുമ്പോൾ പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോൻ, അയാളുടെ സഹോദരനായ അന്ത്രയാസ് എന്നീ 2 സഹോദരന്മാരെ കണ്ടു. മീൻപിടുത്തക്കാരായ അവർ തടാകത്തിൽ വലയിറക്കുകയായിരുന്നു. എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും യേശു പറഞ്ഞു. ഉടനെ അവർ വല ഉപേക്ഷിച്ച് അദ്ദേഹത്തെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹം സെബദിയുടെ മകനായ യാക്കോബ്, അയാളുടെ സഹോദരനായ യോഹന്നാൻ എന്നിങ്ങനെ വേറെ 2 സഹോദരന്മാരെ കണ്ടു. അവർ തങ്ങളുടെ അപ്പനായ സെബദിയോടൊപ്പം വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. യേശു അവരെ വിളിച്ചു. അവർ പെട്ടെന്ന് വഞ്ചി ഉപേക്ഷിച്ച് തങ്ങളുടെ പിതാവിനെ വിട്ട് അദ്ദേഹത്തെ അനുഗമിച്ചു. യേശു അവരുടെ പള്ളികളിൽ ഉപദേശിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ സകല രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കിയും കൊണ്ട് ഗലീലയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത സിറിയയിൽ എങ്ങും പ്രചരിച്ചു. വിവിധ രോഗങ്ങളാൽ വലഞ്ഞവർ, അതിവേദന അനുഭവിക്കുന്നവർ, ഭൂതഗ്രസ്തർ, അപസ്മാര രോഗികൾ, പക്ഷവാതക്കാർ എന്നിവരെയെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവരികയും അദ്ദേഹം അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഗലീല, ദെക്കപ്പൊലി, യെരൂശലേം, യഹൂദ്യ, യോർദാന്റെ അക്കരെയുള്ള പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു.